ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 25/2024, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 17/2/2024. Question booklet code A. Name of the post: Woman Civil Excise Officer. Civil Excise Officer Trainee, Male. Department Excise. Category number 286/2023, 307/2023, 308/2023. മാക്സിമം മാർക്ക് 100 മാർക്ക്. ടൈം 1 അവർ 30 മിനിറ്റ്. ഒന്നാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ആണ്. 2. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ള ആണ്. 3. ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. 4. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 2. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? 1. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837. 4. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓൺലി 3. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 ആണ്. 2. യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. 3. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. 4. മാവോ സേതുങ്ങിന് ശേഷം ഹുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഉത്തരം ഓപ്ഷൻ ഡി ഓൺലി 4. നാലാമത്തെ ചോദ്യം. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനിച്ചു. 2. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. 3. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിൽ ആണ്. 4. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഉത്തരം ഓപ്ഷൻ എ ഓൺലി 1. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? നാഗ്പൂർ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനം. ബോംബെ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രമേയം. 3. ലാഹോർ സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം. 4. സൂറത്ത് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. ഉത്തരം ഓപ്ഷൻ ഡി 1, 4. ആറാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. ഏഴാമത്തെ ചോദ്യം. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭൂഗർഭജലം. എട്ടാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി കാനഡ. ഒമ്പതാമത്തെ ചോദ്യം. കടുപ്പം കുറഞ്ഞ ധാതു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ടാൽക്ക്. പത്താമത്തെ ചോദ്യം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ.
ഓപ്ഷൻ എ സംവഹന വൃഷ്ടി. 11ാമത്തെ ചോദ്യം, മൺസൂൺ കാലത്തിനു മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാംഗോ ഷവർ. 12ാമത്തെ ചോദ്യം, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി M വിശ്വേശ്വരയ്യ. 14ാമത്തെ ചോദ്യം, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി. ശരിയായ ഉത്തരം ഇവയെല്ലാം: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. 15ാമത്തെ ചോദ്യം, ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. 16ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിപ്പൈൻസ്. 17ാമത്തെ ചോദ്യം, 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75. 18ാമത്തെ ചോദ്യം, 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 38. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഏവ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. തെറ്റായ പ്രസ്താവനയാണ് ഇത്. 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. 2. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 4. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 2, 4. 21ാമത്തെ ചോദ്യം, ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3, ജസ്റ്റിസ് ഹിദായത്തുള്ള. 22ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. 2. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. 3. നിയമത്തിനു മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. 4. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകളാണ്. 23. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? 1. നിർദ്ദേശക തത്വങ്ങൾ. എ. ദക്ഷിണാഫ്രിക്ക. 2. മൗലിക കർത്തവ്യങ്ങൾ. ബി. അയർലൻഡ്. 3. അവശിഷ്ടാധികാരങ്ങൾ. സി. റഷ്യ. 4. ഭരണഘടനാ ഭേദഗതി. ഡി. കാനഡ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, ബി. നിർദ്ദേശക തത്വങ്ങൾ. കാനഡ. 2. സി. മൗലിക കർത്തവ്യങ്ങൾ. റഷ്യ. 3. ഡി. അവശിഷ്ടാധികാരങ്ങൾ. ഡി. കാനഡ. 4. ഭരണഘടനാ ഭേദഗതി. എ. ദക്ഷിണാഫ്രിക്ക. 24. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. 1. ഇന്ത്യൻ പൗരനായിരിക്കണം. 2. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. 4. രാജ്യസഭാംഗമായി
തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. 25. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. എ. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ബി. നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോസ്. സി. ഇന്ത്യ 2020. ഡി. മൈ ട്രൂത്ത്. 1. മോണ്ടെസ്ക്യൂ. 2. ഇന്ദിരാഗാന്ധി. 3. ഹംഫ്രി ബർക്കലി. 4. ഡോക്ടർ APJ അബ്ദുൽ കലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എ 3. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലി. ബി 1. നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോ മോണ്ടെസ്ക്യൂ. സി 4. ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡി 2. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. 26ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ? ബൽവന്തരായി കമ്മീഷൻ 1957, PK തുങ്കൻ കമ്മീഷൻ 1990, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2. 27ാമത്തെ ചോദ്യം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. 2. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019 ആണ്. 3. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. 4. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. 28ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏവ ഏത്? 1. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം. 2. 10ാം പട്ടിക. 3. 11ാം പട്ടിക. 4. 12ാം പട്ടിക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2. 29ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. 1. അഭയകിരണം പദ്ധതി. 2. വിദ്യാകിരണം പദ്ധതി. 3. താലോലം പദ്ധതി. 4. വിദ്യാജ്യോതി പദ്ധതി. എ. മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. ബി. PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. 4. സി. വിധവകൾക്ക് സാമ്പത്തിക സഹായം. ഡി. വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1. സി. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. 2. ഡി. വിദ്യാകരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. 3. താലോലം പദ്ധതി എ. മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. 4. ബി. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. 30ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? 1. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി. വേണു IAS ആണ്. 2. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. 3. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. 4. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 31ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 32ാമത്തെ ചോദ്യം. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്. 33ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. 34ാമത്തെ ചോദ്യം.
2021 ഡേവിഡ് ജൂലിയസും ആർഡൻ പറ്റാപൗറ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിൽ ആണ്? ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം. 35-ാമത്തെ ചോദ്യം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 1. എ മലേറിയ, ബി ടൈഫോയിഡ്, സി അസ്കാരിയാസിസ്, ഡി ജലദോഷം. 2. 1 വൈറസ്, 2 വിരകൾ, 3 പ്രോട്ടോസോവ, 4 ബാക്ടീരിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. എ 1 മലേറിയ വൈറസ്, 2 ബി ടൈഫോയിഡ്, 4 ബാക്ടീരിയ, സി അസ്കാരിയാസിസ്, 2 വിരകൾ, ഡി ജലദോഷം, 1 വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത്? ഓപ്ഷൻ എ മിഠായി. 37. കൊറോണ വൈറസിന്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി. ശരിയായ ഉത്തരം ഒമിക്രോൺ. 38-ാമത്തെ ചോദ്യം. പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. പിണ്ഡം. 39-ാമത്തെ ചോദ്യം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ഘർഷണ ബലം. 40-ാമത്തെ ചോദ്യം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. സമവർത്തുള ചലനം. 41-ാമത്തെ ചോദ്യം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. 42-ാമത്തെ ചോദ്യം. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. CH4+2O2 gives CO2 + 2H2O. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. BCl3. 44-ാമത്തെ ചോദ്യം. 10 ഒരു രണ്ടാം ഗ്രൂപ്പ്, X ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ Xഉം Yഉം ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. XY2. 43-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. 1 തെറ്റും 2 ശരിയുമാണ്. 46-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ യോഗ്യത നേടിയ ടീമുകൾ ഏവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. 47-ാമത്തെ ചോദ്യം. ഹൈമവത ഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. MP വീരേന്ദ്രകുമാർ. 48-ാമത്തെ ചോദ്യം. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധികേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. വയനാട്. 49-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. പോർച്ചുഗീസുകാർ. 50-ാമത്തെ ചോദ്യം. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. കെ. സച്ചിദാനന്ദൻ. 51-ാമത്തെ ചോദ്യം. പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതം ആയാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. 8
√2 സെന്റിമീറ്റർ സ്ക്വയർ. 52ാമത്തെ ചോദ്യം 28 ക്യൂബ് പ്ലസ് -15 ക്യൂബ് പ്ലസ് -13 ക്യൂബിന്റെ വില എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 16,380. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 300%. 54ാമത്തെ ചോദ്യം 0.04 (10⁻⁻⁵ വില എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 125. 55ാമത്തെ ചോദ്യം ഒരു കോഡ് ഭാഷയിൽ ബോയ്സ് = 7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. വുമൺ = 65, ഗോഡ് = 9. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. 1 തെറ്റും 2 ശരിയുമാണ്. ഒറ്റയാൻ ഏത്? 56, 72, 90, 110, 132, 150. ശരിയായ ഉത്തരം 150. 57ാമത്തെ ചോദ്യം ABC-യുടെ ശരാശരി m ആണ്. കൂടാതെ AB + BC + CA = 0 ആയാൽ A², B², C² യുടെ ശരാശരി എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3m². 58ാമത്തെ ചോദ്യം ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 44. 59ാമത്തെ ചോദ്യം ഇൻറ്റു =, ഹരണം = പ്ലസ്, പ്ലസ് = ഹരണം, മൈനസ് ഇൻറ്റു ആയാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത്? 8 × 10 - 3 + 5 × 6 = 8. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 60. അടുത്ത സംഖ്യ ഏത്? 125, 135, 120, 130, 115, 125. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 110. 61ാമത്തെ ചോദ്യം I have never been to Paris before. She exclaimed that dash to Paris before. ശരിയായ ഉത്തരം ഓപ്ഷൻ സി she had never been. 62ാമത്തെ ചോദ്യം I regret dash you that the event has been cancelled. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി tell. 63ാമത്തെ ചോദ്യം when I arrived they dash for over an hour. ശരിയായ ഉത്തരം ഓപ്ഷൻ സി are waiting. 64ാമത്തെ ചോദ്യം the diplomat's ability to speak multiple languages was considered valuable in international negotiations. ശരിയായ ഉത്തരം ഓപ്ഷൻ സി asset. 65ാമത്തെ ചോദ്യം the artist painted a beautiful landscape dash the canvas. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി on to. 66ാമത്തെ ചോദ്യം the negotiations between the two countries finally dash after weeks of discussions and the war began. ശരിയായ ഉത്തരം ഓപ്ഷൻ സി broke down. 67ാമത്തെ ചോദ്യം the detective's ability to notice the dash details led to the solving of the complex. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി salient. 68ാമത്തെ ചോദ്യം the bargains between the two companies reached a dash when they failed to agree on the terms of partnership. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി dead end. 69ാമത്തെ ചോദ്യം she showed dash concern for the environmental issues by actively participating in tree planting campaigns. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി conscientious. 70ാമത്തെ ചോദ്യം despite facing numerous obstacles she displayed remarkable dash throughout the challenging project. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി tenacity. 71ാമത്തെ ചോദ്യം strike while the iron is hot എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം. 72ാമത്തെ ചോദ്യം പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പാണിയും പാദവും. 73ാമത്തെ ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അധ്യാപകർ.
74-ാമത്തെ ചോദ്യം. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? 1. അളി, 2. ഭ്രമരം, 3. മധുപം, 4. ഭൃംഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3, 4. 75-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അനുഗൃഹീതൻ. 76-ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക. വിണ്ടലം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിൺ പ്ലസ് തലം. 77-ാമത്തെ ചോദ്യം. ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ. ശരിയായ ഉത്തരം കന്മതിൽ. 78-ാമത്തെ ചോദ്യം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രയോജനമില്ലാത്ത വസ്തു. 79-ാമത്തെ ചോദ്യം. വിപരീത പദം എഴുതുക. ഉന്മീലനം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിമീലനം. 80. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജിജ്ഞാസു. 81-ാമത്തെ ചോദ്യം. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. 82-ാമത്തെ ചോദ്യം. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കേരളത്തിന്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. 83-ാമത്തെ ചോദ്യം. ഒരാൾക്ക് അബ്കാരി നിയമമനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 15 ലിറ്റർ. 84-ാമത്തെ ചോദ്യം. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 23 വയസ്സ്. 85-ാമത്തെ ചോദ്യം. NDPS നിയമവുമായി ബന്ധപ്പെട്ട താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? മയക്കുമരുന്ന് നിരോധന നിർമ്മാണം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശ്യം. 1. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും. 2. മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന്. 3. സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നതിന്. 4. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 1, 2, 4 മാത്രം ശരിയാണ്. 86-ാമത്തെ ചോദ്യം. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. NDPS നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ, മാദക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. 87-ാമത്തെ ചോദ്യം. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തുന്ന ഓഫീസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കമ്മീഷണറുടെ ഓഫീസ്. 88-ാമത്തെ ചോദ്യം. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? 1. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 1% വീതം. 2. ഓരോ 500 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം. 3. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം. 4. ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 3ഉം 4ഉം. 89-ാമത്തെ ചോദ്യം. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്പിരിറ്റിന്റെ വീര്യം അളക്കൽ. 90-ാമത്തെ ചോദ്യം. കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കപ്പെടേണ്ടത്? 1. എക്സൈസ് കമ്മീഷണറിൽ നിന്നും പെർമിറ്റ് സാധൂകരിക്കുന്നതിനുള്ള NOC വാങ്ങിയിരിക്കണം.
2. പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് 1 മാസത്തിനകം എക്സൈസ് കമ്മീഷണർക്ക് പെർമിറ്റ് നൽകിയ ഓഫീസ് മുഖാന്തിരം പെർമിറ്റ് വീണ്ടും സാധൂകരിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിരിക്കണം. 3. 10,000 രൂപ പെർമിറ്റ് സാധൂകരണ ഫീസായി അടച്ചിരിക്കണം. 4. പെർമിറ്റ് കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കാതിരുന്നതിന്റെ കാരണങ്ങൾ എക്സൈസ് കമ്മീഷണറെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2, 3, 4 മാത്രം. 91-ാമത്തെ ചോദ്യം. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം FLI ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? 1. കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. 2. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. 3. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. 4. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. 92-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1. 15.5% V/V വരെയുള്ള ഈഥയിൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 2. 35° UP ജീൻ വിദേശമദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 3. FL4A ക്ലബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണം. 4. പബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്നത് KTDCക്ക് മാത്രമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം. 93. കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. 2. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. 3. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്തു വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. 4. പുകവലി നിരോധിത മേഖല എന്ന വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. ശരിയായ തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി 2ഉം 4ഉം. 94. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. 2. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. 3. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകയിലയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. 4. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. 95. കോട്ട്പ ആക്ട് പ്രകാരം കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. 2. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. 3. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായ കാണുന്ന തരത്തിലായിരിക്കണം. 3. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളവായിരിക്കണം. 4. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. 96. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. 2. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 3. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. 4. നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. 97-ാമത്തെ ചോദ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ എന്തെല്ലാമാണ്? 1. സമൂഹത്തിലെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം
മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. 2. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. 3. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. 4. സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നതാണ് വിമുക്തി മിഷന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. 98-ാമത്തെ ചോദ്യം. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? 1. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 2. ജില്ലാ കളക്ടർ, 3. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, 4. വിമുക്തി മാനേജർ. ശരിയായ ഉത്തരം ഓപ്ഷൻ 1, 2, 3. 99. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവര സാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2, A and B. 100-ാമത്തെ ചോദ്യം. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം 18 വയസ്സിൽ താഴെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് സിവിൽ എക്സൈസ് ഓഫീസർ 25/2024 പേപ്പർ കോഡിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ വീഡിയോയിൽ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ദിവസം കാണാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ആയി ലഭിക്കണമെങ്കിൽ studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം www.studyforsure.com.